വെൽക്കം ടു പ്രോഗ്രസ് സ്റ്റഡി ചാനൽ. പ്രോഗ്രസ് സ്റ്റഡി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടോപ്പിക്കിന് മുമ്പായിട്ട് ഐ എം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് പലർക്കും പല പല എന്താ പറയുക അഭിപ്രായങ്ങളുണ്ട്. അതിനെപ്പറ്റി അറിയാനും ശരിക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. 2 മിനിറ്റിനകത്ത് കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക, മൂന്നാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മൗസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1 മിനിറ്റ് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുക, അത് 2 മിനിറ്റോടും നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സ്വിച്ച് ടൈം ചെയ്യുന്നത്, സ്വിച്ചിലെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ചെയ്യും സ്വിച്ച് ടൈം. ഇതിപ്പോൾ കണ്ടോ, ടൈമല്ല നമുക്ക് വേണ്ടത്. സ്വിച്ച് വീണ്ടും ഈ ഭാഗത്ത് ടൈമർ എന്ന് പറഞ്ഞ സംഭവം വരും. ടൈമർ കണ്ടോ, ടൈമിലോട്ട് വരിക, അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുള്ളത് 2 കണ്ടോ, മുകളിൽ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ് അങ്ങനെ നടക്കുക. അതിൽ നമ്മൾ 2 മിനിറ്റോട്ട് മാറ്റി കൺഫേം ചെയ്യുക. ഇത്രയുള്ള കാര്യം. ഓക്കെ, ടൈം. മറ്റേന്ന് വെച്ചാൽ ടൈമർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ വീണ്ടും നമ്മൾ വീണ്ടും സ്വിച്ച് ടൈം ചെക്കുമ്പോഴത്തേക്ക് അത് ഡിഫോൾട്ട് ടൈമിലോട്ട് പോകും. ഡിഫോൾട്ട് ടൈമിൽ നമ്മൾ വീണ്ടും അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 17:58, അതായത് 17:58 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് 38. ഇപ്പോൾ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത 35, 34 മാറിയിട്ട് അത് 1 ആകുമ്പോഴത്തേക്കും നമുക്കത് പ്രോഫിറ്റ് ആകും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മൾ വീഡിയോ സ്വിച്ച് ടൈം ചെയ്തു, ക്ലിക്ക് ചെയ്തു 2, ഇതാണ് നമ്മുടെ ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തും നിങ്ങൾക്ക് പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് 2 മിനിറ്റിൽ നമുക്ക് പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മീൻസ് നമുക്ക് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വക കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ഇതിനകത്ത് ഫ്രീ ഗ്രൂപ്പുകളുണ്ട്, അല്ലാതെ നമ്മുടെ VIP ഗ്രൂപ്പുകളുണ്ട്. എല്ലാത്തിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടു, ഇതെല്ലാം CAT JPY. ഈ CAT JPY എന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റാണ്. അത് മോർണിംഗിൽ 11:30 ആയിരിക്കും അത് ഓപ്പൺ ആകുന്നത്. ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അത് ക്ലോസ് ആകും. ഓക്കെ, അപ്പോൾ ഈ OTC മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് ബ്രോക്കറുടെ, ഇപ്പം ക്യോടെക്സ് എന്ന് പറഞ്ഞ ബ്രോക്കറുടെ മാർക്കറ്റാണ് ഇപ്പോൾ OTC മാർക്കറ്റ്. കണ്ട, USD BDT OTC. അതായത് ഇപ്പോൾ ഞാനിത് പറയുന്നത് വെച്ചാൽ ആദ്യമായിട്ട് കയറി വരുന്ന ആൾക്കാർ കുറച്ച് നമുക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അതായത് ബിഗിനർ ലെവലിലുള്ളവർക്കും അല്ലാതെ വന്നവർക്കും ഇതിനകത്ത് ട്രേഡിങ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ഈ പ്ലസിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ, യൂറോ USD ഇത് വന്നിട്ട് ലൈവ് മാർക്കറ്റാണ്. അത് നമുക്ക് ട്രേഡിംഗ് വ്യൂവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ USD PKR ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ OTC മാർക്കറ്റാണ്, അതായത് ബ്രോക്കറുടെ മാർക്കറ്റാണ്. യൂറോ JPY അത് വന്നിട്ട് ഇതുണ്ടോ, അത് ലൈവ് മാർക്കറ്റാണ്. അതുപോലെ ID JPY അതെല്ലാം ലൈവ് മാർക്കറ്റാണ്. ഇപ്പോൾ 87% ഉണ്ട്. അതുപോലെ യൂറോ GBP ഇതെല്ലാം ലൈവ് മാർക്കറ്റാണ്. സൈഡിൽ ബ്രാക്കറ്റിനകത്ത് OTC എന്ന് കിടക്കുന്നത്, എന്തിനകത്ത് OTC മാർക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ അതെല്ലാം വന്നിട്ട് ബ്രോക്കറുടെ ചാർട്ടാണ്. അപ്പോൾ ആ ബ്രോക്കറുടെ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാനും മറ്റും കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കും. സംടൈം ഇതിനകത്തൊരു മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഫുൾ ലോസ് ആകും. ഓക്കെ, അതുകൊണ്ട് അത് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോയ്ക്കകത്ത് ഒത്തിരി അസറ്റ്സ് ഉണ്ട്. നോക്കൂ, ഇതേ നോക്കിയാൽ ബിറ്റ്കോയിൻ, ഡാഷ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അതിനകത്ത് 92% ഇപ്പോൾ ഉള്ളതുണ്ട്, 75% ഉള്ളതുണ്ട്, ഒത്തിരി ഉണ്ട് സംഭവം. അതുപോലെ കമ്മ്യൂണിറ്റീസിനകത്തുണ്ട് സംഭവം. കമ്മ്യൂണിറ്റീസിനകത്ത് നോക്കിയേ, നേരത്തെ കമ്മ്യൂണിറ്റീസിനകത്ത് ഒത്തിരി സാധനങ്ങൾ കുഴപ്പമുണ്ടായിരുന്നു, ഒത്തിരി ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ അവർ UK ബ്രാൻഡും US ക്രൂഡും ഗോൾഡും സിൽവറും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം എടുത്ത് കളഞ്ഞു. സ്റ്റോക്കിനകത്ത് അതുപോലെ തന്നെ വേറെ ഒത്തിരി ഉണ്ടായിരുന്നു. അതായത് അമേരിക്കൻ ഇത് പിന്നെ എന്തുവായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെയ്യുന്നത് ആപ്പിള്, ഒത്തിരി ഇതിനകത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതായത് നല്ല പെയറുകളും മറ്റും കാര്യമൊക്കെ ഉള്ളതായിരുന്നു ഇതിനകത്ത്, സ്റ്റോക്കിനകത്ത്. ആ സ്റ്റോക്കിനകത്ത് അവർ നല്ല നല്ല പെയറുകളെല്ലാം അവർ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് മറ്റേ ബോയിങ് കമ്പനി, പിന്നെ ആപ്പിള്, പിന്നെ ഫേസ്ബുക്ക്, ഇന്റൽ OTC, അങ്ങനെ ഒത്തിരി സ്റ്റോക്സിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റോക്സ് ആയിരുന്നു അതിനകത്ത്. അതെല്ലാം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു നോക്കിയാൽ S&P ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. യൂറോ സ്റ്റോക്കൊക്കെ കിടക്കുന്നുണ്ട്, ഹോങ്കോങ് സ്റ്റോക്ക് കിടക്കുന്നത്. ഇനിയിപ്പോൾ അവർ അപ്ഡേഷൻ കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും ആഡ് ചെയ്യുമല്ലെന്നുണ്ടെങ്കിൽ അവരത് ഇത് എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു എന്താ പറയുക
റെനോവേഷനോ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും കറൻസി തന്നെ പോകാം. കറൻസി പോയിട്ട് നമുക്ക് ഉള്ളതുപോലെ ചെയ്യാം ട്രേഡ്. അതാണ് ഇപ്പം നമുക്കൊന്നും വേറെ ഒന്നുമില്ല. ഇപ്പോൾ പെർസെൻറ്റേജ് ഉള്ള ഏതാണ് USD നമുക്ക് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ USD PKR അത് OTC മാർക്കറ്റാണ്. CAD JPY. അപ്പോൾ നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യാം. ലൈവ് മാർക്കറ്റ് ചാർട്ട് എങ്ങനെ അനലൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ODJPY ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയുണ്ട് മാർക്കറ്റ്. ODJPY എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇവിടെ നോക്കിയേ 2 മിനിറ്റിലാണ്. ന്യൂസാണ്, ന്യൂസ് ടൈമാണ്. ഓക്കെ ന്യൂസ് ടൈമാണ് ഇപ്പോൾ. ഓക്കെ, അതൊരു ന്യൂസ് ക്യാൻഡിലാണ് ഫോം ആവുന്നത്. 6 മണിക്ക് ഒരു ന്യൂസ് ഉണ്ട്. 6 മണിയുടെ ന്യൂസ് ക്യാൻഡിലാണ് ഫോം ആയേക്കുന്നത്. അയ്യോ നോക്കിയേ, ഇത് കണ്ടോ, ന്യൂസ് ക്യാൻഡിലാണ്. എന്തോ ഫ്ലക്ച്വേഷൻ നോക്കിയേ. അത്രയും ഡിപ്പിൽ പോയിട്ട്, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഹൈയിലേക്ക് പോയി, അതിനുശേഷം അത്രയും പെർസെൻറ്റേജ് ഡിപ്പിൽ വന്നു. ഓക്കെ, ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ട്രേഡ് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നോക്കിയേ, ട്രെൻഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഈ ട്രെൻഡ് ലൈനായിട്ട് യാതൊന്നുമില്ല. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു. അടുത്ത കൺഫർമേഷൻ ഇത് 80% റെഡ് ക്യാൻഡിലാകും. ഓക്കെ, അതാ എന്തായി, അതൊരു ഡോജി ക്യാൻഡിലായി. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് എന്തുമാത്രം ട്രേഡേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കെല്ലാം ലോസ് ആയിരിക്കും. കുറച്ച് മുകളിലേക്ക് കയറി പ്ലേസ് ചെയ്തവർക്ക് ഡിഫോൾട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആകും. ഇത്തിരി താഴെ ഇറങ്ങി ട്രേഡ് എടുത്തവർക്ക് ഡിഫോൾട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആകും. അല്ലാതെ ഓരോ ഏരിയയിലായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാത്രം ട്രേഡ് എടുത്തവർക്ക് ലോസ് ആയിരിക്കും. ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല രീതി കുറച്ച് വോൾട്ടിലായിരിക്കും തോന്നുന്നു. ന്യൂസ് ടൈമിനകത്ത് നമുക്ക് ഏതൊക്കെ ഇതിനകത്ത് നമുക്ക് നോക്കാം. ന്യൂസ് ചാനലിനകത്ത് GBP USD അതിനകത്ത് ന്യൂസ്. ഓക്കെ, അതിനകത്ത് അപ്പ് ഡയറക്ഷനിലേക്കുള്ള ന്യൂസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് അതാണ് തോന്നുന്നു ബെറ്റർ. ഇതാണ് തോന്നുന്നു ബെറ്റർ. നമുക്ക് അതിനെ നേരെ ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കാം. ഓക്കെ, 5 മിനിറ്റ് ന്യൂസ് ക്യാൻഡിലാണ്. ഓക്കെ, അവിടെ ഒരു നല്ലൊരു ബൈയിങ് പ്രഷറാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഇത് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിലാണ് നമ്മുടെ ചാർട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് OTC മാർക്കറ്റിലോ ഇവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂസ് കഴിഞ്ഞതിൻ്റെ ഒരു ഫ്ലക്ച്വേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേണ്ട. സോ അത് കാരണം നമുക്ക് USD BD പോകാം. നമുക്ക് ബ്രോക്കറുടെ ഇതിനകത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. എങ്ങനെയുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട്. ഇപ്പോൾ ബിഗിനേഴ്സിന് ചാർട്ട് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 10 മിനിറ്റിലോട്ട് മാറ്റുക. നിങ്ങൾ 10 സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 10 മിനിറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നിങ്ങളൊരു ഹോറിസോണ്ടൽ ലൈൻ എടുക്കുക. ഇവിടെ പോയിട്ട് ഒരു ഹോറിസോണ്ടൽ ലൈൻ എടുക്കുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിട്ട് കൂട്ടാം. അതിനുശേഷം നമ്മളുടെ പ്രീവിയസ് ക്യാൻഡിൽ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന എത്രയാണ്, 10 മിനിറ്റിലാണ് എടുത്തേക്കുന്നത്. ഈ 10 മിനിറ്റ് ക്യാൻഡിലിൻ്റെ അപ്പർ വീക്ക്, 10 മിനിറ്റ് ക്യാൻഡിൽ എന്തായാലും അപ്പർ വീക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. നമ്മൾ വീണ്ടും കോപ്പി ചെയ്തിട്ട് വീണ്ടും നമുക്ക് ലോവർ വീക്ക്, അതായത് 10 മിനിറ്റ് ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ വീക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്യുറസി കിട്ടാനായിട്ട് വീണ്ടും ഒന്ന് കോപ്പി ചെയ്യുക. നമുക്കൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ അതുകൊണ്ടോ ആ നെക്ക് പോലത്തെ ഏരിയ അവിടെ മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ലൈൻ വേണമെന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റിലാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിനി വീണ്ടും നമുക്ക് 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ വീണ്ടും 5 മിനിറ്റിലോട്ട് മാറ്റി നോക്കിയേ, ഇതാണ്. ഇനി ഈ 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും റേഞ്ച് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഇപ്പോൾ റൺ ചെയ്തിട്ടിരിക്കുന്ന ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ തീരട്ടെ. നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ 0.22 ഇത് തീരുന്നു. 0 ആകുമ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ പൂർണ്ണമാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് തന്നെ സിമ്പിളാണ്. ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഇതാണ് നമുക്ക് കൊടുക്കാം. ഇതാണ് ലോവർ വിക്ക്. ഓക്കെ, ഇത് വേണ്ട, ഇത് നമുക്ക് ചുമ്മാ ഇവിടെ കൊടുക്കാം ഒരു ഇതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നെക്സ്റ്റ് നമ്മളുടെ ഈ ക്യാൻഡിലെ നമ്മുടെ പ്രീവിയസ് ഇപ്പോൾ റണ്ണിങ് ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ 5 മിനിറ്റ് ആണെന്ന് റണ്ണിങ് ക്യാൻഡിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ അപ്പർ വിക്കും ലോവർ വിക്കും കൊടുത്തു. അതിനുശേഷം വീണ്ടും നമുക്ക് എടുത്തിട്ട് പ്രീവിയസ് റണ്ണിങ് ക്യാൻഡിലിൻ്റെ ബോഡി അപ്പർ ബോഡി, വീണ്ടും പ്രീവിയസ് റണ്ണിങ് ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ ബോഡി. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിനെ വീണ്ടും 2 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതാക്കി കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് നമ്മളുടെ 10 മിനിറ്റിലും 5 മിനിറ്റിലും നമുക്ക് എങ്ങനെ വലിയ ചാർട്ടുകളിൽ നിന്ന് നമുക്ക് എന്താ ഫിൽട്ടർ ചെയ്ത് ലോ റേഞ്ചിലോട്ട് എത്തിക്കുന്നത്. അതായത് 1 നിന്നും 2 മിനിറ്റ് വേണ്ട, നമുക്ക് 1 മിനിറ്റ് വേണ്ട 2 മിനിറ്റ് മാറ്റുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സിമ്പിളാണ് നമുക്ക് കാണുന്നത്. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പിലേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പിലേക്ക് ഞാൻ 2 ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അപ്പിലേക്ക് 2 ട്രേഡ് പ്ലേസ് ചെയ്തു. ഞാൻ അപ്പിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ലോവർ ഏരിയയിൽ നോക്കിയേ, ഇവിടെ 1 2 3 4 5 6 പിന്നെ 7ാമതൊരു ക്യാൻഡിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. 7 ക്യാൻഡിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 7 ക്യാൻഡിലും റിജക്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ നമുക്ക് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും 10 മിനിറ്റ് മാറ്റി നോക്കാം. ഈ 10 മിനിറ്റ് കൺവേർട്ട് ചെയ്തൊന്ന് നോക്കിയ സംഭവം ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു വിശേഷം മാത്രമാണ്. അതായത് ഈ ഒരു ക്യാൻഡിൽ മാത്രമാണ്, അതായത് പ്രീവിയസ് ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിലിനകത്ത് ലോവും ഹൈയും ആണ് കാണിച്ചിരിക്കുന്നത്. ആ 5 ക്യാൻഡിൽ അതിനകത്ത് ആ പ്രീവിയസ് 5 മിനിറ്റ് ക്യാൻഡിലിന് അത് 5 ക്യാൻഡിലുകൾ ഫോം ആയിട്ടുണ്ട്. അല്ലെങ്കിൽ 10 മിനിറ്റ്. ആ 10 മിനിറ്റ് ക്യാൻഡിൽ 5 ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതാണ് നമ്മൾ 2 മിനിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത്രയും ക്യാൻഡിൽസ്. നമ്മൾ 2 മിനിറ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ഇത്രയും ക്യാൻഡിൽ. പക്ഷേ ഇവിടുത്തെ ബൈയിങ് പ്രഷർ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറമാണ്. അതായത് നിങ്ങൾ പ്രീവിയസ് നോക്കിയോ, 1 2 3 4 5 ഇത്രയും ക്യാൻഡിൽസാണ് ഇതാണ്ട് ഈ കാണുന്നത്. ഈ 5 ക്യാൻഡിൽസാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരൊറ്റ ക്യാൻഡിൽ. ഈ ഒരൊറ്റ ഡോജി ക്യാൻഡിൽ. മനസ്സിലായി? അപ്പോൾ നമ്മളുടെ ഈ ക്യാൻഡിലിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്നത് ഇനിയും ഇത് തീരാൻ എത്ര ടൈം എടുക്കും? ഇനിയും 34 33 അത്രയും സെക്കൻഡ്സ് ഉണ്ട്. അത്രയും സെക്കൻഡ്സിൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്ന $49 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രഡിക്ഷൻ എങ്ങോട്ടാണ്? നമ്മളുടെ പ്രഡിക്ഷൻ അപ്പിലേക്കാണ്. ഓക്കെ, ഞാനപ്പോൾ വീണ്ടും നമ്മളുടെ 2 മിനിറ്റോട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകണം. നമ്മളുടെ ട്രേഡാണ് 2 മിനിറ്റാണ്. നമ്മൾക്കപ്പോൾ നമ്മളുടെ പ്രഡിക്ഷനാണ്. നമ്മളുടെ പ്രഡിക്ഷൻ ഈ നെക്സ്റ്റ് ലെവലാണ്. നമ്മുടെ നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 128.184 എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ ട്രേഡ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഒരു 4 ട്രേഡ് പ്ലേസ് ചെയ്തു. 1 2 3 4 ഞാൻ പ്ലേസ് ചെയ്തു. സെയിം ഡയറക്ഷനിൽ തന്നെ ഞാൻ എത്ര ട്രേഡ് പ്ലേസ് ചെയ്തു? 7 ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എത്ര ട്രേഡ് ലോസ് ആയി നോക്കട്ടെ. നമുക്ക് 2 ട്രേഡ് $49 2 ട്രേഡ് നമുക്ക് പ്രീവിയസ് ട്രേഡ് ലോസ് ആയി. ആ പ്രീവിയസ് ട്രേഡ് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ 7 ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രഡിക്ഷൻ എന്താണ്? നമ്മളുടെ പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം ഒരു 5 മിനിറ്റിനകത്ത് 10 മിനിറ്റ് വലിയ ക്യാൻഡിലിൻ്റെ നമുക്ക് വീണ്ടും 10 മിനിറ്റ് മാറ്റാം. ഈ ഒരു 10 മിനിറ്റ് ക്യാൻഡിലിനകത്ത് ഫോം ആകുന്ന സബ് ക്യാൻഡിൽസ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഒരു 10 മിനിറ്റ് ക്യാൻഡിലിനകത്ത് ഫോം ആകുന്ന സബ് ക്യാൻഡിൽസ് ആണ് ഈ സ്മാൾ ക്യാൻഡിൽസ്. ഈ 10 മിനിറ്റ് ഇതെല്ലാം 10 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പം നമുക്ക് പ്രീവിയസ് ചാർട്ടിനകത്ത് നമുക്ക് എന്താണ് മനസ്സിലായത്? ഒരു 10 മിനിറ്റ് ക്യാൻഡിലിന് വെറും ഫോം ആയത് ഒരു ഡോജിയാണ്. ആ ഒരു ഡോജി ഇൻഡിസിഷൻ ക്യാൻഡിൽ, ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലിന് വേണ്ടി മാത്രമാണ് ഇത്രയും ഫോം ആയത്. അതിനകത്ത് 3 മുകളിലോട്ട് പോയി, 2 താഴോട്ട് പോയി, അല്ലെങ്കിൽ 3 താഴോട്ട് മുകളിലോട്ട് മാറി പോയി. നമുക്ക് നോക്കുമ്പോൾ ഒരു ഡോജി മാത്രം. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? നമ്മളത് 2 മിനിറ്റിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കെപ്പക്സി കണ്ടോ. നമ്മളുടെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് എത്തണം. ഇവിടെ ഒരു ഡൗണിലേക്കുള്ള ഒരു ചാർട്ടിൻ്റെയും എനിക്കൊരു ബാക്കപ്പ് അല്ലെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഡൗണിലേക്ക് എന്നുള്ള ഒരു ബാക്കപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. മീൻസ് അതായത് ഒരു ഡൗണിലേക്ക് പോകേണ്ട ഒരു ചാർട്ടാണെന്നുള്ള എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ MDG 7 ഞാൻ പ്ലേസ് ചെയ്തത്. ഞാൻ അതുകൊണ്ട് 7 പ്ലേസ് ചെയ്തു. 2 ലോസായി, അതുകൊണ്ട് ഞാൻ 7 പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളത് വിന്നാണെന്ന് പ്രതീക്ഷിക്കുന്നു. മീൻസ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഏകദേശം അച്ചീവ് ചെയ്യേണ്ടത് ഇവിടെയായിരുന്നു. അവിടെ കൊണ്ട് മാർക്കറ്റ് അറ്റൻഡ് ചെയ്തു, നമ്മൾ പ്രോഫിറ്റായി. അപ്പോൾ ഇതാണ് ഇതിനകത്തെ മെയിൻ കാരണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പിലേക്ക് നമ്മൾ പ്രോഫിറ്റായി, അത് നമ്മളെ എല്ലാ ലോസും നമുക്ക് റിക്കവർ ചെയ്തു. ഞാൻ വീണ്ടും അപ്പിലേക്ക് തന്നെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ എമൗണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. $49 ഒരു ട്രേഡ് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് 2 മിനിറ്റിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പം ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തു. ബട്ട് ഇവിടെ വീണ്ടും ഒരു പ്ലേസ് കിടപ്പുണ്ട്. ഈ ഒരു പ്ലേസ് ചെയ്ത് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടില്ല. എന്നാൽ ഇത് മുകളിലേക്ക് പോയിട്ട് ഈ ഒരു റേഞ്ച് ഞാനൊന്ന് കോപ്പി ചെയ്യട്ടെ. ഈ ഒരു റേഞ്ച് മാർക്കറ്റ് എത്തണം. നമ്മളെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എത്തണം എന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ. ബട്ട് ഇതിനകത്ത് നമുക്കൊരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് OTC മാർക്കറ്റ് ആകുമ്പോഴത്തേക്കും അവരുടെ കരങ്ങളിലാണ്, അവരാണ് നിയന്ത്രിക്കുന്നത്.
ആര് ബ്രോക്കർ നിയന്ത്രിക്കാൻ പറ്റും. ബ്രോക്കർ ചിലപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവർക്കതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ബട്ട് നമ്മളിപ്പോൾ ഒരു $5,000 അല്ലെങ്കിൽ $1,000 ഒക്കെ 2-3 ട്രേഡൊക്കെ പ്ലേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത്രയും വലിയൊരു പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ തയ്യാറുണ്ട്. അവർ ഒരു മാനിപ്പുലേഷന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കും. അപ്പം വലിയ ലോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പം നമ്മൾക്ക് മാനിപ്പുലേഷൻ നമുക്ക് OTC മാർക്കറ്റിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 1, 2, 3 കൺഫർമേഷൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ട്രേഡ് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും $100, $200 ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും $2-3 ട്രേഡ് എടുക്കാവുള്ളൂ. വലിയ തുക ഇടുമ്പോൾ $100 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $1 വെച്ച് ട്രേഡ് എടുക്കുക. 5-10 വെച്ചും ഇടാനേ പാടില്ല. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എത്ര കൂട്ടാൻ പറ്റുന്നു ആ ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരിക്കലും നമ്മളിപ്പോൾ $100 ഇട്ടിട്ട് നിങ്ങൾ 10 ഒക്കെ ഒരിക്കലും നിങ്ങൾ ആ ഒരു ബഡ്ജറ്റിലൊന്നും ട്രേഡ് എടുക്കാൻ പാടില്ല. അതിനൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ലോസ് മീൻസ് നമുക്ക് ബാക്കിൽ ഫണ്ടില്ല. അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 2 MBG എടുക്കാൻ പോകുന്നു. രണ്ട് ട്രേഡ് ഞാൻ കൊടുത്തു. കാരണം എനിക്ക് എൻ്റെ പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ച് ഇപ്പോൾ ഇത്രയും മാർക്കറ്റ് റൺ ചെയ്തു വീണ്ടും 10 മിനിറ്റിലോട്ട് പോവാണ്. ഞാൻ ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. നമുക്കൊന്നും മനസ്സിലാക്കാനുള്ള കാരണം ഇത് കണ്ടോ, മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഈ പ്രീവിയസ് ക്യാൻഡിൽ. അതായത് ഇപ്പോൾ റണ്ണിങ് ക്യാൻഡിലിൻ്റെ 3ാമത്തെ ക്യാൻഡിൽ 1, 2, 3 റണ്ണിങ് ക്യാൻഡിലിൻ്റെ 3ാമത്തെ ക്യാൻഡിലായ ഈ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിലിനകത്ത് മാർക്കറ്റ് ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് കരുതിയിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പ്രഷർ പോകാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ഡൗണിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. റെഡ് ഗ്രീൻ റെഡ്, അതിനുശേഷം വീണ്ടും റെഡ് ഗ്രീൻ ഉണ്ടായില്ല. വീണ്ടും മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു. ബ്രേക്ക്ഔട്ട് ചെയ്തതിനു ശേഷം ഡോജി ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ മാത്രമാണ് ഡോജി ക്യാൻഡിൽ ഉണ്ടായേക്കുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഗ്രീൻ ഒന്ന് കാണിച്ചു. അതിനിടയ്ക്ക് എത്ര ക്യാൻഡിൽസ് ഡൗൺ വന്നിട്ടും അതിനും മെയിൻ ഏരിയ വരെ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിന് ഉള്ളിൽ ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്തു. ബ്രേക്ക്ഔട്ട് ചെയ്തതിനു ശേഷം വീണ്ടും താഴെ കിടന്ന് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വേണം നമുക്ക് വീണ്ടും 2 മിനിറ്റ് പോകാം. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എത്തിയെന്ന് നോക്കാം. കണ്ടോ, ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോകുന്നുണ്ടോ? ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു ബ്രേക്ക്ഔട്ട് ശേഷം ഒരു മാർക്കറ്റിന് ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഈ ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോളജബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അറിവുകൾ പഠിക്കുക. അതായത് ഏതാണ് ഒരു ടാർഗറ്റ്, മെയിൻ വേവ്, മേജർ വേവ് എന്താണ്, മൈനർ വേവ് എന്താണ്, ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, വീണ്ടും അതേപോലെ തിരിച്ചിറങ്ങി. എന്തോ റിജക്ഷനാണ് വരുന്നത് മാർക്കറ്റ്. പക്ഷെ നമ്മൾ ഇതൊരിക്കലും ലോസ് ആവത്തില്ല. ഇതൊരിക്കലും ഈ റേഞ്ച് വിട്ട് പുറത്തോട്ട് പോകത്തില്ല. നമ്മൾ ഒരിക്കലും ലോസ് ആവത്തില്ല. അഥവാ നമ്മൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഈ PPR തന്നെ നമ്മൾ വീണ്ടും ഈ PPR വെച്ച് നമുക്ക് വീണ്ടും നമ്മൾ പ്രോഫിറ്റ് എടുക്കും. ഈ PPRനെ വെച്ച് നമ്മൾ വീണ്ടും പ്രോഫിറ്റ് എടുക്കും. നമ്മളത് വീണ്ടും $100 പ്ലേസ് ചെയ്യുവാണ്. ഈ PPR വെച്ച് സെയിം ഏരിയയിൽ നിന്ന് നമുക്ക് വീണ്ടും പ്രോഫിറ്റ് എടുക്കും. ഞാൻ $100 മാറ്റി സെയിം ഏരിയയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. 1, 2, 3, 4. അതായത് ഇത്രയും വലിയൊരു വിക്ക് റിജക്ഷൻ ഈ മാർക്കറ്റിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് OTC മാർക്കറ്റിനകത്താണ്. അതും മാത്രമല്ല അതിൻ്റെ പെർസെൻറ്റേജും കുറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഒരു ടാർഗറ്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഒരു ടാർഗറ്റ് എവിടെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ആ ടാർഗറ്റിനെ നമുക്കിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ അതിന് വീണ്ടും ആ ട്രേഡ് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് എന്തുമാത്രം നമ്മുടെ ആ ടാർഗറ്റ് എവിടെ അച്ചീവ് ചെയ്താണ്, ഈ ടാർഗറ്റ് എത്തുമാത്രം അച്ചീവ് ചെയ്താണ് മാർക്കറ്റ്. ആ സെയിം ഏരിയയിലോട്ട് മാർക്കറ്റ് വീണ്ടും റൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ടാർഗറ്റ് നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളത് വീണ്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടോളൂ. നമ്മളുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ PPR എന്ന് പറയും, പെൻഡിങ് പാർട്ടി റിക്കവറി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് എവിടെയാണോ നമ്മൾ ആ ടാർഗറ്റ് പക്കായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് പക്കായിട്ട് മാർക്കറ്റ് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. ചെയ്ത റിസൾട്ട് നോക്കിയോ, നിങ്ങൾ റിസൾട്ട് നോക്കിക്കോളൂ എന്തുമാത്രം ഉണ്ട് ടാർഗറ്റ് നോക്കി. 1, 2, 3 ക്യാൻഡിൽസ് ആണ് നമുക്ക് ലീക്ക് ഔട്ട് ആയത്. മീൻസ് നോക്കിയേ, അപ്പോൾ എന്തുമാത്രം ഒരു മാനിപ്പുലേഷൻ ആണെന്ന് നോക്കിയത്. കാരണം ഈ ഒരു ടാർഗറ്റ് ലെവലിൽ മാർക്കറ്റ് എത്തേണ്ടതാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോ ഇറക്കിയപ്പോൾ ഇതുപോലെ 2 ടൈമിലേക്ക് മാർക്കറ്റ് റിജക്ഷൻ. ഇപ്പോൾ ഞാൻ എത്രയായി, അതായത് നമ്മളെ 49ന്റെ 3 ട്രേഡ് നമുക്ക് ലോസായി. ഫസ്റ്റ് ഇട്ടത് ലോസായി, സെക്കൻഡ് ഇട്ടത് ലോസായി. നമ്മൾ തേർഡ് സ്റ്റെപ്പ് അതുകൊണ്ടാണ് നമ്മൾ $100 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞ ടാർഗറ്റ് മാർക്കറ്റ് ഇവിടെ അച്ചീവ് ചെയ്യണ്ട. 2 മാർക്കറ്റ് റിജക്ഷൻ ചെയ്തിട്ടും വീണ്ടും ടാർഗറ്റ് അച്ചീവ് ചെയ്തു മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, താഴെ നിന്നുള്ള പ്രഷറല്ല നമ്മൾ നോക്കേണ്ടത്, മുകളിൽ നിന്നുള്ള പ്രഷർ അല്ല. സെല്ലിങ്ങിന് എപ്പോഴും പ്രഷർ ആയിരിക്കും,
നമുക്ക് സെൽ ചെയ്യുന്നതിനാണ് എപ്പോഴും മാർക്കറ്റിനകത്ത് ഇതുള്ളത്. അതായത് ട്രേഡിന് എപ്പോഴും നമുക്ക് സെൽ ചെയ്യുന്നതിനാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളതെന്നുള്ളത്. ബട്ട് ഗ്രീൻ ലെവൽ നമുക്ക് റെഡ്, അതായത് നമ്മൾ അപ്പ് ഡയറക്ഷനിലൊക്കെ ട്രേഡ് എടുക്കുക എന്നുള്ളത് ഹെവി റിസ്ക് ആണ്. അത് നോക്കുക, മാർക്കറ്റിനകത്ത് ഡിമാൻഡ് സോണിൽ നിന്ന് മാത്രമേ ഒരിക്കലും നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഡിമാൻഡ് സോണിൽ മാത്രമേ നമുക്ക് ട്രേഡ് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിമാൻഡ് സോണിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കി നമ്മൾ പറഞ്ഞ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ടാർഗറ്റ് എത്തിച്ചു. അവിടെ ഗ്യാപ്പ് പോവായി. ഇനി എന്തോ വേണ്ടത്, അവിടെ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി വലിയൊരു ഗ്യാപ്പ് അപ്പും അവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം നമ്മളിപ്പോൾ നോക്കിയേ, ആ ഒരു പാറ്റേൺ കണ്ടോ, അതൊരു നോക്കിയാൽ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നോക്കിയാൽ നല്ലൊരു ഡൗൺ ഡയറക്ഷൻ വന്നു, അതിനുശേഷം വീണ്ടും സൈഡ് വേസിലോട്ട് മാർക്കറ്റ് പോകുന്നു. നോക്കിയാൽ ഇപ്പോൾ സിമ്പിളായിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് എപ്പോഴും റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നോക്കി സപ്ലൈ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ചാർട്ടോട്ട് നോക്കാം. സപ്ലൈ സോണിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം. അതായത് USD BRL എടുത്തു, നമ്മൾ വീണ്ടും അതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. 10 മിനിറ്റ് നമുക്ക് കൺവേർട്ട് ചെയ്താൽ നോക്കിയാൽ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, ഇവിടെ ഒരു റീട്രേസ്മെന്റ് ഉണ്ട്. പക്ഷേ അത് വലിയ ഡിമാൻഡ് സോൺ അല്ല. ഇതായിരിക്കും നമ്മളൊരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് സോൺ തിരഞ്ഞെടുക്കാം. ആ ട്രെൻഡിന്റെ ബേസിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വിശദമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യൂ. നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയായിരിക്കും. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുമോ? വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ചെറിയ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് DM ചെയ്യൂ. നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ചെയ്തിരിക്കും. നമ്മളുടെ VIP ചാനലിനകത്ത് ജോയിൻ ചെയ്ത് തരാന്നുണ്ടെങ്കിൽ നമ്മുടെ VIP ചാനലിനകത്ത് ജോയിൻ ചെയ്തോളൂ. നിങ്ങളുടെ പബ്ലിക് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. അതിനുശേഷം നമ്മൾക്ക് നിങ്ങളെ VIP ആഡ് ചെയ്ത് തരാം. അതൊന്നും യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ഇറക്കുന്നവരെ എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.